മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് വന്ന് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്, നബിയേ ഹിദായത്തിന്റെ പ്രകാശം കൽബിൽ തുടിക്കുന്നു നബിയേ. ഇന്ന് മുതൽ ഈ മിസ്അബിന് പണം വേണ്ട നബിയേ, പവർ വേണ്ട നബിയേ, പ്രതാപം വേണ്ട നബിയേ, ആഡംബരം വേണ്ട നബിയേ, അഭാസം വേണ്ട നബിയേ, ആർഭാടം വേണ്ട യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് വന്ന് ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം എന്ന് വേണ്ടി പോരാടാൻ തുടങ്ങി. എവിടെ കസവ് വസ്ത്രം, എവിടെ കാത്തു നിന്ന തരുണീ മണികൾ, എവിടെ വെഞ്ചാമരം, എവിടെ എല്ലാത്തിനോടും വിട പറഞ്ഞിട്ട് അവസാനം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് വന്ന് ഇസ്ലാം സ്വീകരിച്ച് ഇസ്ലാമിന് വേണ്ടി ശക്തമായി പോരാടാൻ തുടങ്ങി. ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി ശക്തമായി പോരാടാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഈ ചെറുപ്പക്കാരൻ ഒരു ദിവസം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് പൊട്ടിക്കരയുകയാ. ഹബീബായ നബി തങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് തടം തള്ളി ആർത്തൊടുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒടുകയാ. ആ സമയത്ത് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, നബിയേ എന്തിനാ കരയുന്നത് നബിയേ? ഈ പാവപ്പെട്ട മിസ്അബ് ഇങ്ങോട്ട് കടന്നു വന്നപ്പോ എന്തിനാണ് കരയുന്നത് യാ റസൂലല്ലാഹ്? എന്തിനാണ് നബിയെ കരയുന്നത്? എന്തിനാണ് കരയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മിസ്അബേ ഞാൻ കരയുന്നത് മറ്റൊന്നിനുമല്ല, നിന്റെ ഈ അവസ്ഥ കണ്ടപ്പോ, നിന്റെ ഈ കോലം കണ്ടപ്പോ, നിന്റെ പഴയകാല ജീവിതം ഞാനൊന്ന് ഓർത്തു പോയി മിസ്അബേ. നിന്റെ പഴയകാല ജീവിതം ഞാനൊന്ന് ഓർത്തു പോവുകയാ മിസ്അബേ. ഒരു കാലത്ത് നീയല്ലേ സ്വർണ്ണ നൂൽ കൊണ്ട് ചെയ്ത് ഉടുപ്പിട്ട് നടന്നിരുന്നത്? ഒരു കാലത്ത് നീയല്ലേ സ്വർണ്ണ നൂൽ കൊണ്ട് ചെയ്ത് ഉടുപ്പിട്ട് നീ നടന്നിരുന്നത്? ആ നീയാണോ മിസ്അബേ ഇത് എന്ന് ചോദിക്കുമ്പോ ആ സമയത്ത് മിസ്അബ് എന്ന ചെറുപ്പക്കാരന്റെ ശരീരത്തിന്റെ അവസ്ഥയെന്തോ, ആ സമയത്ത് മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വേഷത്തിന്റെ അവസ്ഥയെന്തോ. അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് ഇസ്ലാം സ്വീകരിച്ച ശേഷം കടന്നു വന്നപ്പോ മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വേഷം എങ്ങനെയായിരുന്നു? 60 കഷ്ണം വെച്ച കുപ്പായം, 60 കഷ്ണം വെച്ച കുപ്പായം, 60 സ്ഥലത്ത് വേറെ വസ്ത്രത്തിന്റെ കഷ്ണം വെച്ചിട്ട് ആ വസ്ത്രം ധരിച്ചിട്ട് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് മിസ്അബ് റളിയല്ലാഹു തആല കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് പോലും ആ സമയത്ത് പൊട്ടിക്കരഞ്ഞില്ലേ? പൊട്ടിക്കരഞ്ഞില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് റസൂലുള്ളാഹി ചോദിച്ചു, മിസ്അബേ ഇതെന്ത് കോലമാ? ഇതെന്ത് കോലമാണ് മിസ്അബേ? നിന്നെ കാണാനല്ലേ ഒരു കാലത്ത് പെൺകുട്ടികൾ കാത്തു നിന്നിരുന്നത്? ആ നീയാണോ മിസ്അബേ ഇതെന്ന് ചോദിക്കുമ്പോ ആ സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ 2 കൈകൾ തന്റെ ദേഹത്തോട്, തന്റെ നെഞ്ചത്തോട് ചേർത്ത് വെച്ചിട്ട് മഹാനായ സയ്യിദുനാ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു പറയോ, യാ റസൂലല്ലാഹ്, നബിയേ 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 അങ്ങല്ലേ എന്നെ പഠിപ്പിച്ചത്? ഈ ദുനിയാവിലെ പട്ടുവസ്ത്രമല്ല, ഈ ദുനിയാവിലെ ആഡംബര വസ്ത്രമല്ല, സ്വർഗത്തിലെ വസ്ത്രമാണ് ഏറ്റവും നല്ലതെന്ന് അങ്ങല്ലേ എന്നെ പഠിപ്പിച്ചത് നബിയേ. അങ്ങല്ലേ എനിക്ക് പറഞ്ഞു തന്നത്. അതുകൊണ്ട് ആ സ്വർഗത്തിലെ പുടവ കിട്ടാൻ, ആ സ്വർഗത്തിലെ വസ്ത്രം കിട്ടാൻ വേണ്ടി തങ്ങളൊന്ന് ദുആ ചെയ്താ മതി നബിയേ. സ്വർഗം കിട്ടാൻ വേണ്ടി തങ്ങളൊന്ന് ദുആ ചെയ്താ മതി യാ റസൂലല്ലാഹ്. ഇങ്ങനെ ജീവിച്ച മിസ്അബ് റളിയല്ലാഹു തആല അൻഹു, പൊന്നുമോനെ പൊന്നുമോളെ, ഇങ്ങനെ ജീവിച്ച മിസ്അബ് റളിയല്ലാഹു അൻഹു ഉഹദിന്റെ രണാകണത്തിൽ പടവെട്ടുമ്പോ ആ ഉഹദിന്റെ രണാകണത്തിൽ തന്റെ ശരീരത്തിന് നേരെ 60 വെട്ടുകളേറ്റ് തന്റെ ശരീരം
തന്റെ ശരീരത്തിന് നേരെ 60 വെട്ടുകളേറ്റ് ഉഹദിന്റെ രണാകണത്തിൽ തന്റെ ശരീരം ചിന്നിച്ചിതറിത്തെറിച്ച് കിടക്കുകയോ. ആ സമയത്ത് ഹബീബായ നബി തങ്ങൾ പോലും പൊട്ടിക്കരഞ്ഞില്ലേ. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു എടുത്ത് കഫൻ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോ ആകെ ഒരേ ഒരു കഫൻ തുണിയാ കയ്യിലുള്ളത്. എത്ര കഫൻ തുണി? ഒരേ ഒരു കഫൻ തുണി, 3 എണ്ണമില്ല. മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ഉഹദിന്റെ രണാങ്കണത്തിൽ തന്റെ ശരീരത്തിന് നേരെ 70 വെട്ടുകളേറ്റ് മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരം 60 കഷ്ണങ്ങളായി ചിന്നിച്ചിതറിത്തെറിച്ച് കിടക്കുമ്പോ ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഫൻ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോ ആകെ ഒരേ ഒരു കഫൻ തുണിയാ കയ്യിലുള്ളത്. മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഒരേ ഒരു കഫൻ തുണി കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ കഫൻ ചെയ്തപ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, തലഭാഗം മറച്ചാൽ കാൽഭാഗം മറയില്ല, കാൽഭാഗം മറച്ചാൽ തലയും മറയില്ല, തലഭാഗം മറക്കുമ്പോ കാൽഭാഗം മറയുന്നില്ല, കാൽഭാഗം മറച്ചു കഴിയുമ്പോ തലഭാഗവും മറിയുന്നില്ല. ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. അവസാനം ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഉഹദിന്റെ രണാങ്കണത്തിൽ സ്വഹാബത്ത് ഇങ്ങനെ മിടിച്ചു നിൽക്കുമ്പോ ആ സമയത്ത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു, വത്ര സ്വഹാബ, നിങ്ങൾ പോയിട്ട് കുറച്ച് പുല്ല് വെട്ടിക്കൊണ്ടുവരും. സ്വഹാബ, നിങ്ങൾ പോയി കുറച്ച് പുല്ല് വെട്ടിക്കൊണ്ടുവാ. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് പോയിട്ട് ഇദ്ദഹർ എന്ന പേരുള്ളൊരു പുല്ല് വെട്ടിക്കൊണ്ടുവരികയോ. ആ ഇദ്ദഹർ എന്ന പേരുള്ള പുല്ല് വെട്ടിക്കൊണ്ടുവന്നിട്ട് മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാൽഭാഗത്ത് ആ പുല്ല് ചേർത്ത് വെച്ച് കെട്ടുകയാണ്. തലഭാഗം കഫൻ തുണി കൊണ്ടും കാൽഭാഗം പുല്ലുകൊണ്ടും ചേർത്ത് വെച്ച് കെട്ടി മറവ് ചെയ്തില്ലേ മഹാനായ സയ്യിദുനാ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. ഒരു കാലത്തിന്റെ ആഡംബരത്തിന്റെ ചെറുപ്പക്കാരൻ മരിക്കുന്ന നേരത്ത് കഫൻ തുണിയില്ലാതെ അവസാനം തന്റെ കാൽഭാഗത്ത് ആ പുല്ല് ചേർത്ത് വെച്ച് കെട്ടി മറവ് ചെയ്തു മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ആഡംബരം നമുക്ക് വേണ്ട, ആഭാസം നമുക്ക് വേണ്ട. ഇത് അല്ലാഹു ഇഷ്ടപ്പെട്ടതല്ല എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ ദുനിയാവിനോട് വിട പറയുക. ഈ പെണ്ണിന്റെ ആട്ടത്തോട്, നൃത്തത്തോട് വിട പറയുക. ആഡംബരത്തോട് വിട പറയുക. ആഭാസത്തോട് വിട പറയുക. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നെത്ര ആളുകളാണ് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തില്, എത്ര ആളുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന പണം കൊണ്ട് കള്ള് കുടിച്ചുകൊണ്ട് നടക്കുന്ന, പെണ്ണ് പിടിച്ച് നടക്കുന്ന, ആഡംബര ജീവിതം നയിക്കുന്ന എത്ര ആളുകളാ ഇന്ന് നമുക്കിടയിലുള്ളത് അല്ലേ? എത്ര ആളുകളാ ഇന്ന് പടച്ച റബ്ബിനെ ഓർമ്മയില്ലാതെ, നമ്മുടെ ലക്ഷ്യസ്ഥാനമായ സ്വർഗത്തെ ഓർമ്മയില്ലാതെ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നടക്കുന്ന എത്ര തെമ്മാടികൾ ഇന്ന് ഈ ലോകത്തുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയുമോ തെമ്മാടിയായ ഖാറൂന്റെ ചരിത്രം? ആരായിരുന്നു ഖാറൂൻ? ഖാറൂൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം സമ്പത്ത് വാരി കോരി കൊടുത്ത ഒരു ചെറുപ്പക്കാരനാണ്. ഖാറൂന്റെ ചരിത്രം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ അകത്ത് സൂറത്തുൽ ഖസസിലൂടെ അള്ളാഹു വിശാലമായിട്ട് പറയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവർ, ആരാണ് ഈ ഖാറൂൻ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസാ ഫബഗാ അലൈഹിം وآتيناه من الكنوز ما إن مفاتحه لتنوء بالعصبة أولي القوة إذ قال له قومه لا تفرح إن الله لا يحب الفرحين. ഖാറൂൻ എന്ന് പറഞ്ഞാൽ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയിൽപ്പെട്ടവനോ, മഹാനായ ഒരു നേതാവിന്റെ
മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയിൽപ്പെട്ടവനാണ് ഖാറൂൻ. അങ്ങനെ ആ ജനതയിൽ, മൂസാ നബിയുടെ ജനതയിൽ അള്ളാഹു ഒരുപാട് സമ്പത്ത് കൊടുത്ത് പരീക്ഷിച്ച ഒരാളാണ് ഖാറൂൻ. അങ്ങനെ ഒരുപാട് സമ്പത്ത് കൊടുത്തു പോയി ഖാറൂൻ എന്ത് ചെയ്തു? ആ ജനങ്ങളുടെ മേൽ ധിക്കരിക്കാൻ തുടങ്ങി, അവരുടെ മേൽ അഹങ്കാരം കാണിക്കാൻ തുടങ്ങി. അള്ളാഹു തന്ന ഈ പണം കൊണ്ട് പടച്ച റബ്ബിനെ ധിക്കരിക്കാൻ തുടങ്ങി. അങ്ങനെ അവന്റെ ജനത തന്നെ അവനോട് പറഞ്ഞു, ഖാറൂനെ, നീ അഹങ്കരിക്കണ്ട, നീ പുളകം കൊള്ളണ്ട. ഈ പണം ഇന്നല്ലെങ്കിൽ നാളെ പടച്ച റബ്ബ് തിരിച്ചെടുക്കുന്നതാ. മാത്രമല്ല, ഈ ഭൂമിയിൽ ഫിത്നയും ഫസാദും കുഴപ്പവും ഉണ്ടാക്കുന്നവരെ ഒരിക്കലും തന്നെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഖാറൂൻ അതൊന്നും അനുസരിച്ചില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആര് എന്തൊക്കെ പറഞ്ഞാലും പണം കൊണ്ട് നമ്മൾ വിളിക്കുമ്പോ, സമ്പത്ത് കൊണ്ട് നമ്മൾ വിളിക്കുമ്പോ, സമ്പത്തെന്ന് പറഞ്ഞാൽ, ഈ പണമെന്ന് പറഞ്ഞാൽ അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാ. പക്ഷേ ആ പണം കൊണ്ട് പടച്ച റബ്ബിനെ വെല്ലുവിളിച്ചു പോയി, അള്ളാഹുവിനെ വെല്ലുവിളിച്ചു ഖാറൂൻ. അള്ളാഹു ഒരുപാട് പണം കൊടുത്തപ്പോ മൂസാ നബി തന്നെ അവനോട് പറഞ്ഞു, ഖാറൂനെ, വേണ്ട വേണ്ട, ഈ പണം ഇന്നല്ലെങ്കിൽ നാളെ പടച്ച റബ്ബ് തിരിച്ചെടുക്കുമടോ. അതുകൊണ്ട് ഖാറൂനെ, നീ അഹങ്കരിക്കല്ല. പൊന്നുപോലെ ഖാറൂനെ, നീ ഇന്നല്ലെങ്കിൽ ഈ ദുനിയാവിനോട് വിട പറയാനുള്ളവനാ. ആ ഒരു ബോധം നിനക്കുണ്ടായിരിക്കണം, എന്റെ പ്രിയപ്പെട്ടവരെ. അങ്ങനെ മൂസാ നബി ഉപദേശിച്ചപ്പോ ഖാറൂൻ എന്ത് ചെയ്തെന്നറിയോ? മൂസാ നബി പറഞ്ഞു, ഖാറൂനെ, വേണ്ട, അഹങ്കാരം വേണ്ട, ആഭാസം വേണ്ട എന്നൊക്കെ പറഞ്ഞപ്പോ ഖാറൂൻ എന്താ പറഞ്ഞ്? എടാ മൂസാ, നീ പറഞ്ഞാൽ ഇനിയും ഞാൻ ചെയ്യുമടാ, നീ പറഞ്ഞാൽ ഇനിയും ഞാൻ ചെയ്യും, നീ പറഞ്ഞാൽ ഇനിയും ഞാൻ ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും എന്നവിടുന്ന് ഖാറൂൻ പറയാ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്ന് പറഞ്ഞുകൊണ്ട് മൂസാ നബിയെ വെല്ലുവിളിച്ചുകൊണ്ട്, പടച്ച റബ്ബിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ആ ഖാറൂനതാ അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുകയാ. കണ്ടെന്നിരിക്കും ജനത്തിന് കണ്ടില്ലെന്ന് നടിക്കുന്നതും ഭവാൻ. മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ. രണ്ട് കാലുണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടക്കുന്നതും ഭവാൻ. മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ. ഇന്നത്തെ മുതലാളി നാളത്തെ ദരിദ്രൻ, ഇന്നത്തെ ദരിദ്രൻ നാളത്തെ മുതലാളി. ഇത് നാടകമാണ്. തമിഴൻ പറഞ്ഞതുപോലെ ഈ ദുനിയാവൊരു നാടകമാണ്. നാടകമേ ഉലകം, നാളെ നടപ്പതാരറിയാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ നാടകത്തിലെ കഥാപാത്രമാണ് ഞാനും നിങ്ങളും. പെങ്ങളെ, ചെറുപ്പക്കാരാ, പണത്തിന്റെ പേരിൽ അഹങ്കരിക്കല്ലേ എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞപ്പോ, ഇല്ല, ഞാനത് അനുസരിക്കില്ല, എനിക്ക് നിന്റെ ഉപദേശം വേണ്ട എന്ന് ഖാറൂൻ അവിടുന്ന് മൂസാ നബിയോട് പറയുമ്പോ അള്ളാഹു വീണ്ടും സമ്പത്ത് കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെ പടച്ച റബ്ബിനെ ധിക്കരിച്ചിട്ടും അല്ലാഹു വീണ്ടും സമ്പത്ത് കൊടുക്കുകയാ. ഫഖറജ അലാ ഖൗമിഹി ഫീ സീനതിഹി. സ്വന്തം നാട്ടിലൂടെ 10,000 പെണ്ണുങ്ങൾ, 10,000 കുതിരകൾ, 10,000 തേരാളികൾ, 10,000 ആനക്കൂട്ടങ്ങൾ, അതിന്റെ പുറകിൽ സ്വർണ്ണരഥം, അതിന്റെ പുറകിൽ നഗ്നരായ തരുണീമണികൾ, വെഞ്ചാമരം വീശിക്കൊണ്ട് 5 ലക്ഷത്തോളം പേര് പങ്കെടുത്ത പ്രകടനം നടത്തുകയാ. 5 ലക്ഷത്തോളം പേര് പങ്കെടുത്ത പ്രകടനം നടത്തുകയാ. തെമ്മാടികളായ സമൂഹം, ഖാറൂന്റെ ജനത, അവരതാ 5 ലക്ഷത്തോളം പേര് പങ്കെടുത്ത വമ്പിച്ച പ്രകടനം നടത്തുകയാ. എന്റെ പ്രിയപ്പെട്ടവര്, അങ്ങനെ ഈ മഹാഘോഷയാത്ര, ഈ വമ്പിച്ച ഘോഷയാത്ര, ഈ റാലി, 5 ലക്ഷത്തോളം പേര് പങ്കെടുത്ത ഈ പ്രകടനം വഴിയരികിൽ നിന്ന് ജനങ്ങൾ ഇങ്ങനെ കാണുമ്പോ ആ സമയത്ത് അവിടെ നിൽക്കുന്ന ഒരു വിഭാഗം ആളുകൾ, രണ്ട് വിഭാഗമായി. ഖാറൂന്റെ ഈ വമ്പിച്ച പ്രകടനം കണ്ടപ്പോ ആ സമയത്ത് അവിടെ നിൽക്കുന്ന ആളുകൾ 2 വിഭാഗമായി. ഒരു വിഭാഗം ആളുകൾ ഈ ഘോഷയാത്രക്ക് കണ്ടപ്പോ
10,000 കുതിരകൾ, 10,000 ആനക്കൂട്ടങ്ങൾ, 10,000 തേരാളികൾ, അതിൻ്റെ പുറകിൽ സ്വർണ്ണരഥം, അതിൻ്റെ പുറകിൽ നഗ്നരായ തരുണിമണികൾ, ഇങ്ങനെ വെഞ്ചാമരം വീശി ഇങ്ങനെ പോകുമ്പോൾ ആ സമയത്ത് അവിടെ നിൽക്കുന്ന ആളുകൾ 2 വിഭാഗമായി. ഒരു വിഭാഗം ആളുകൾ അല്ലാഹുവേ അല്ലാഹുവേ യാ ലൈത ലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ, അല്ലാഹുവേ നീ ഖാറൂന് കൊടുത്തതുപോലെ, നീ ഖാറൂന് നൽകിയതുപോലെ കുറച്ച് പൈസ ഞങ്ങൾക്ക് തന്നിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു അല്ലാ എന്നൊരു വിഭാഗം ആളുകൾ പറയാം. എന്താ പറഞ്ഞേ? നീ ഖാറൂന് കൊടുത്തതുപോലെ, ഖാറൂന് കൊടുത്തതുപോലെ കുറച്ച് പൈസ ഞങ്ങൾക്ക് തന്നിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു അല്ലാ എന്നവിടുന്ന് ഒരു വിഭാഗം ആളുകൾ പറയാം. അവർക്ക് ഈ ഘോഷയാത്രയൊക്കെ കണ്ടപ്പോ അവരിലും ധാരാളം ദരിദ്രരുണ്ട്. അവരിങ്ങനെ വിചാരിച്ചു, അല്ലാഹു നീ ഖാറൂന് ഇത്ര സമ്പത്ത് കൊടുത്തതുപോലെ കുറച്ച് പൈസ ഞങ്ങൾക്ക് തന്നിരുന്നെങ്കിൽ എന്നൊരു വിഭാഗം ആളുകൾ പറഞ്ഞപ്പോ ആ സമയത്ത് അവിടെയുള്ള മറുവിഭാഗം ആളുകൾ പറയാ, وقال الذين أوتوا العلم ويلكم ثواب الله خير لمن آمن وعمل صالحا ولا يلقاها إلا الصابرون. ആ സമയത്ത് അവിടെയുള്ള മറുവിഭാഗം ആളുകൾ പറയാ, നിങ്ങൾ നാശമാണ് വിശ്വസിച്ചിരിക്കുന്നത്, നിങ്ങൾ നാശമാണ് വിശ്വസിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് നാശമാണ് നാശമാണ് നാശമാണ്. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം കൂടുതൽ ഉത്തമമായിരിക്കും. സഹനശീലമുള്ളവർക്കല്ലാതെ, ക്ഷമാശീലമുള്ളവർക്കല്ലാതെ അതിന് കഴിയുകയില്ല എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ആ സമയത്ത് ആ വിഭാഗം ആളുകൾ പറഞ്ഞു, നിങ്ങൾക്ക് നാശമാ. അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖാറൂനോട് പറഞ്ഞു, ചെയ്യല്ലേ ചെയ്യല്ലേ ഖാറൂന്, ഇതിനൊരു പരിധി വേണം, ഇതിനൊരു അതിര് വേണം. ഈ പണം ഇന്നല്ലെങ്കിൽ നാളെ പടച്ചിറപ്പ് തിരിച്ചെടുക്കുമോ? എന്തുകൊണ്ടാണ് ഖാറൂന് നീ ഇങ്ങനെ അഹങ്കരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഖാറൂന് നീ ഇങ്ങനെ പടച്ചിറപ്പിനെ ധിക്കരിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ആ സമയത്ത് ഖാറൂന് വീണ്ടും പറയുകയാണ്, എടാ മൂസ, ഇനി നിന്റെ ഒരു ഉപദേശവും നിർദ്ദേശവും എനിക്ക് വേണ്ട, നിന്റെ ഒരു ഉപദേശവും നിർദ്ദേശവും എനിക്ക് വേണ്ട. എനിക്കിത്രയും, എൻ്റെ അറിവ് കൊണ്ടാണ് എനിക്കിത്രയും സമ്പത്തും ത്രാണിയും എല്ലാം എനിക്കുണ്ടായത്. അതുകൊണ്ട് എനിക്ക് തന്നെ വലിയ അറിവുണ്ട്. ഇനി ഒരാളുടെ ഉപദേശ നിർദ്ദേശം ഒന്നും തന്നെ എനിക്ക് വേണ്ട. നീ പോയി നിന്റെ പണി നോക്ക്, അതല്ലാതെ നീ എന്നെ ഉപദേശിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഖാറൂൻ വീണ്ടും അഹങ്കരിച്ചപ്പോ ആ സമയത്ത് അല്ലാഹു ചോദിക്കുന്നുണ്ട്, അവലം യഅലം അന്നല്ലാഹ ഖദ് അഹ്ലക മിൻ ഖബ്ലിഹി മിനൽ ഖുറൂനി മൻ ഹുവ അശദ്ദു മിൻഹു ഖുവ്വതൻ വഅക്സറു ജംഅ വലാ യസ്അലു അൻ ദുനൂബിഹിമുൽ മുജ്രിമൂൻ. അല്ലാഹു ചോദിക്കുകയാ, ഈ ഖാറൂനേക്കാളും മുമ്പ്, ഖാറൂൻ വരുന്നതിന് മുമ്പ് അവനെക്കാളും വലിയ ഒരു അഹങ്കാരികളായ സമൂഹത്തെ ഞാൻ നശിപ്പിച്ചത് ഈ ഖാറൂൻ അറിഞ്ഞിട്ടില്ലേ എന്ന് അല്ലാഹു ചോദിക്കുകയാ. എന്നിട്ടും ഈ ആയത്തൊക്കെ ഇറങ്ങിയിട്ടും ഖാറൂൻ ഒരു ഹിദായത്തിന്റെ പ്രകാശം കൽബിൽ തുടിക്കുന്നില്ല, ഹിദായത്തിന്റെ പ്രകാശം കൽബിൽ തുടിച്ചില്ല. ആ ഖാറൂൻ ഒരു മാറ്റവും തന്നെ സംഭവിച്ചില്ല. അവസാനം എന്താണ് നടന്നതെന്നറിയോ? അല്ലാഹുവിന്റെ അതികഠിനമായ ഭയങ്കരമായ അസാബ് വരികയാ, അല്ലാഹുവിന്റെ അതിശക്തമായ അസാബ് വരികയാണ്. ഇത്രയൊക്കെ ജനങ്ങൾ ഈ ഖാറൂനെ ഉപദേശിച്ചിട്ടും ഖാറൂനെ മൂസാ നബി അടക്കമുള്ള ജനങ്ങൾ ഉപദേശിച്ചിട്ടും ഖാറൂൻ ഒരു മാറ്റം വരുന്നില്ല എന്ന് കണ്ടപ്പോ ആ സമയത്ത് അല്ലാഹുവിന്റെ അസാബ് ഇറങ്ങുകയാ, അല്ലാഹുവിന്റെ അതികഠിനമായ ശിക്ഷ ഇറങ്ങുകയാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فخسفنا به وبداره الأرض فما كان له من فئة ينصرونه من دون الله وما كان من المنتصرين. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ യഥാ ഖാറൂന്റെ ആ തമ്മാടികളായ ഖാറൂന്റെ മേൽ, ഖാറൂന്റെയും അവന്റെ ജനതയുടെയും മേൽ അല്ലാഹുവിന്റെ അസാബ് ഇറങ്ങുകയാ. അവരുടെ മേൽ ഭൂമി പിളർന്നു,
അവരുടെ മേൽ ഭൂമി പിളർന്നു. അവന്റെ ഭവനത്തെയും അവന്റെ സംഘത്തെയും അവന്റെ സമ്പത്തിനെയും എല്ലാം അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞു. എല്ലാം അല്ലാഹു ഈ ഭൂമിക്കടിയിലോട്ട് ആഴ്ത്തിക്കളഞ്ഞു. ആ സമയത്ത് ആ ഖാറൂനെ ആരും രക്ഷിക്കാനുണ്ടായില്ല. അവൻ സ്വയം രക്ഷാ നടപടിയെടുക്കുന്നവരിൽ പെട്ടവനുമായില്ല. അവസാനമതാ അങ്ങനെ ഈ ഭൂമിക്കടിയിലേക്ക് അല്ലാഹു അവരെ ആഴ്ത്തിക്കളഞ്ഞു. അവരുടെ മേൽ അല്ലാഹുവിന്റെ അതികഠിനമായ അദാബ് ഇറങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് ഇന്നലെ വരെ അവന്റെ സ്ഥാനത്തിന് കൊതിച്ചിരുന്നവർ പറയുകയുണ്ടായി, يقولون ويكأن الله يبسط الرزق لمن يشاء من عباده ويقدر لولا أمن الله علينا لخسف بنا ويكأنه لا يفلح الكافرون. ഇതൊക്കെ കണ്ടപ്പോ, ഈ ശിക്ഷ കണ്ടപ്പോ അവന്റെ സ്ഥാനത്തിന് ഇന്നലെ കൊതിച്ചിരുന്നവർ പറയുകയാ, ഞങ്ങളിൽ അള്ളാഹു അനുഗ്രഹം ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളെയും അള്ളാഹു ഈ ഭൂമിക്കടിയിലോട്ട് ആഴ്ത്തിക്കളയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് ഒരിക്കലും തന്നെ അഹങ്കാരികളായ ധിക്കാരികളായ ജനങ്ങൾ ഒരിക്കലും തന്നെ വിജയിക്കുകയില്ല. കാഫിര്യങ്ങൾക്ക് ഒരിക്കലും തന്നെ വിജയമില്ല. വൈക അന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ. ഒരിക്കലും തന്നെ കാഫിര്യങ്ങൾ വിജയിക്കുകയില്ല. വിജയിക്കോ? ഇല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ അഹങ്കാരം നമുക്ക് വേണ്ട, കിബിറ് നമുക്ക് വേണ്ട, ആഡംബരം നമുക്ക് വേണ്ട. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊന്ന് നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്നെത്രയെത്ര ആളുകളാണ് പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് ജീവിക്കുന്നത്. ഇവിടെ ഒരുമിച്ച് കൂടി ഈ പാതിരാവിന്റെ നിശബ്ദതയിൽ പാതിരാ സമയത്ത് ഒരുമിച്ച് കൂടിയ നിങ്ങളോട് ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിലെ ഈ സമൂഹത്തിന്റെ അവസ്ഥ എന്താ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട പെങ്ങള്, ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലെ അവസ്ഥ എന്താ? ഇന്നത്തെ ആളുകൾക്ക് പടച്ചറപ്പിന് ഓർമ്മയില്ല, പടച്ചറപ്പുണ്ടെന്ന ബോധമില്ല. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കളോട് ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ഇരിക്കുന്ന രക്ഷിതാക്കളിൽ മക്കളെ കൊണ്ട് നിസ്കാരം കൃത്യമായി നിസ്കരിപ്പിക്കുന്ന, മക്കളെ കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യിപ്പിക്കുന്ന എത്രയെത്ര ഉപ്പമാർ ഇവിടെയുണ്ട്. മക്കളെ കൊണ്ട് കൃത്യമായി നിസ്കരിപ്പിക്കുന്ന ആരാ ഇവിടെയുള്ളത്? മക്കളെ കൊണ്ട് ഖുർആൻ ഓതിപ്പിക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട്? എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മുടെ മക്കൾ ഇന്ന് വല്ലാതെ അധപ്പതിച്ചു കൊണ്ടിരിക്കുന്നൊരു സമയമാണ്. മക്കൾ ഇന്ന് വല്ലാതെ അധപ്പതിച്ചു കൊണ്ടിരിക്കുന്നൊരു സമയമാണ് അല്ലേ? ഇന്ന് നമ്മുടെ മക്കളൊക്കെ തെമ്മാടികളായിക്കൊണ്ടാണ് ജീവിക്കുന്നത്, തെമ്മാടികളായിക്കൊണ്ടാണ് വളരുന്നത്. ഇന്ന് നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താ? നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താ? നിസ്കാരമല്ല, സ്വലാത്തല്ല, ദിക്റല്ല, ഖുർആനല്ല. പിന്നെയോ ഇന്ന് നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താ? ജിമിക്കി കമ്മൽ. എന്താണ് ജിമിക്കി കമ്മൽ? ഞാൻ പറയണേ ശരിയല്ലേ? ഈ അടുത്ത് സോഷ്യൽ മീഡിയകളിൽ വല്ലാതെ വൈറലായ ഒരു വീഡിയോ നിങ്ങളൊക്കെ കണ്ടിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ അടുത്ത് സോഷ്യൽ മീഡിയകളിലൂടെ വല്ലാതെ വൈറലായ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കും. എന്താണ് ആ വീഡിയോ? ഒരു പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ചൊരു പ്രിയപ്പെട്ട ഉമ്മ, ആ പ്രിയപ്പെട്ട ഉമ്മ തന്റെ കുഞ്ഞിനെ തൊട്ടിലിൽ കിടത്തിയിട്ട് 2 വയസ്സോ 3 വയസ്സോ ഉള്ള തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ തൊട്ടിൽ കിടത്തിയിട്ട് ആ പ്രിയപ്പെട്ട ഉമ്മ, മുസ്ലിമത്തായ ഉമ്മ, താരാട്ട് പാട്ട് പാടിക്കൊടുക്കുകയാണ്. എന്താ പാടിക്കൊടുക്കണേ? ആ കുഞ്ഞിന് മുസ്ലിമത്തായ ഉമ്മ പാടിക്കൊടുക്കുക, എൻ്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ. ഇതാ പാടിക്കൊടുക്കുന്നത്. അപ്പൊ ആ കുഞ്ഞിന് വല്ലാത്ത സന്തോഷം. ആ കുഞ്ഞിങ്ങനെ കൈകൊണ്ട് അങ്ങനെ കാണിച്ച് സന്തോഷായി. അപ്പൊ ആ പ്രിയപ്പെട്ട ഉമ്മ തന്നെ 2 വരി ജിമിക്കി കമ്മൽ പാടിക്കൊടുത്ത ശേഷം 2 വരി പ്രിയപ്പെട്ട ഉമ്മ, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് കഴിഞ്ഞിട്ട് ആ പ്രിയപ്പെട്ട ഉമ്മ തന്നെ 2 വരി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുത്തപ്പോ ആ കുഞ്ഞ് പൊട്ടിക്കരയുകയാ. ആ
ആ കുഞ്ഞ് പൊട്ടിക്കരയുകയാ. ജിമിക്ക് കമ്മലാണ് വേണ്ടതെന്ന് ചോദിക്കുകയാണ് പ്രിയപ്പെട്ട ഉമ്മ. ലായിലാണെന്ന് ചൊല്ലിക്കൊടുത്തപ്പോ ഈ കുഞ്ഞ് എന്ന് പറഞ്ഞ പൊട്ടിക്കരയാ. അപ്പൊ പ്രിയപ്പെട്ട ഉമ്മയ്ക്കൊന്ന് നേരത്തെ പാടി ജിമിക്ക് കമ്മലാണ് വേണ്ടത്. കൈകൊണ്ടിങ്ങനെ കാണിക്കാൻ, സംസാരിക്കാൻ കഴിവില്ല, സംസാര വൈഭവമില്ല, സംസാര ശേഷിയില്ല, സംസാര വൈഭവമില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരൽ ചൂണ്ടിക്കാണിച്ചത് ഈ സമൂഹത്തിന്റെ മേലിലേക്കാണ്, ഈ സമൂഹത്തിന്റെ മേലിലേക്കാണ്. പറഞ്ഞിടത്തേക്ക് സമൂഹം എത്തിയില്ലേ? ആദരവായ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിടത്തേക്ക് സമൂഹം എത്തിയില്ലേ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ടൊരു സമൂഹത്തിന്റെ മേലിലല്ലാതെ ഈ ലോകം അവസാനിക്കില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല ഈ ഭൂമുഖത്ത് ഒരാളെങ്കിലും അല്ലാ എന്ന പേര് ഒരാളെങ്കിലും പറയാത്തൊരു സന്ദർഭം ഈ ഭൂമുഖത്ത് കടന്നു വരുന്നതാണ്. അന്ന് ഈ ലോകം അവസാനിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോ തൊട്ടിൽ കിടക്കുന്ന സംസാര ശേഷിയില്ലാത്ത, വൈഭവമില്ലാത്ത തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിന് പോലും ഇന്ന് അല്ലാഹുവിന്റെ പേര് വേണ്ടാത്തത് എന്തുകൊണ്ടാണ്? എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങളോട് ഞാൻ പറയുകയാണ്. കാരണം അറിയോ, ആ കുഞ്ഞിനെ നിങ്ങൾ ഗർഭാശയത്തിൽ ചുമന്നടക്കുമ്പോ തന്നെ, ആ കുഞ്ഞിനെ നീ ഗർഭാശയത്തിൽ ചുമന്നടക്കുമ്പോ തന്നെ നീ കേൾക്കുന്നത് ജിമിക്കി കമ്മലാണ്. നീ ഹറാമായ ഗാനങ്ങളാണ് കേൾക്കുന്നത്, നീ മോശമായ ഗാനങ്ങളാണ് കേൾക്കുന്നത്. നീ കേൾക്കുന്നത് മുഴുവനും, നീ പ്രവർത്തിക്കുന്ന മുഴുവനും നിന്റെ വയറ്റിൽ കിടക്കുന്ന ഗർഭാശയത്തിൽ കിടക്കുന്ന ആ കുഞ്ഞറിയുകയാണ്. നീ ചെയ്യുന്നത് ആ കുഞ്ഞറിയുകയാണ്, നീ പ്രവർത്തിക്കുന്നത് ആ കുഞ്ഞറിയുകയാ, നീ കേൾക്കുന്നത് ആ കുഞ്ഞറിയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഈ ലോകത്തോട്ട് കടന്നു വരുമ്പോ, ഗർഭാശയത്തിൽ നിന്നും ആ കുഞ്ഞ് വെളിയിലോട്ട് വരുമ്പോ, ആ കുഞ്ഞിന് പോലും അല്ലാഹുവിന്റെ പേര് വേണ്ട എന്ന് പറഞ്ഞ് ജിമിക്ക് കമ്മൽ വേണം. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഈ മുസ്ലിം സമൂഹം ഇത്ര വല്ലാതെ അതപ്പതിക്കാൻ കാരണം എന്താണ്? നമ്മുടെ മക്കൾക്ക് നിസ്കാരമുണ്ടോ? ഇന്ന് നമ്മുടെ മക്കൾക്ക് സ്വലാത്തുണ്ടോ? ഇന്ന് നമ്മുടെ വീട്ടിൽ ഖുർആൻ പാരായണം നടക്കുന്നുണ്ടോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇന്ന് നമ്മുടെ വീട്ടിൽ കേൾക്കുന്നത് എന്താ? ഇന്ന് നമ്മുടെ വീട്ടിൽ കേൾക്കുന്നത് സിനിമയാണ്, സീരിയലാണ്. മക്കൾ മുഴുവനും ഇന്ന് തെമ്മാടിത്തരങ്ങളായ പാട്ടുകൾ ഇങ്ങനെ പാടുന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് വരെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഇന്ന് അല്ലാഹുവിനെ മറന്നുപോയൊരു സമൂഹമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ന് എത്ര ചെറുപ്പ നിസ്കരിക്കാതെ, നിസ്കാരം കൃത്യമായി നിർവഹിക്കാതെ, പാതിരാ സമയത്ത് പോലും ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ഇന്ന് വാട്സപ്പിലല്ലേ, ഫേസ്ബുക്കിലല്ലേ, മാത്രമല്ല യൂട്യൂബിലല്ലേ, ഇവർ സോഷ്യൽ മീഡിയ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? മോശമായ ഹറാമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർ ഇന്ന് സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുകയല്ലേ. പ്രിയപ്പെട്ട ഉമ്മ കാണാതെ, ഉപ്പ കാണാതെ, ആരും കാണാതെ പാതിരാ സമയത്ത് അന്യ സ്ത്രീ ചാറ്റ് ചെയ്യുന്നവരില്ലേ? പെങ്ങളെ, പാതിരാ സമയത്ത് നീ നിന്റെ കാമുകളി എത്ര പെങ്ങന്മാരാണ്, എത്ര ചെറുപ്പക്കാരാണ് ഇന്ന് അതപ്പതിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ? ഇന്ന് നിസ്കാരത്തിന്റെ സമയത്തും ഫുൾ ടൈം ഇന്ന് ഓൺലൈനില്ല ചെറുപ്പക്കാർ, ഫുൾ ടൈം ഓൺലൈനിൽ. നിസ്കാരമില്ല, ഖുർആനില്ല, ഒന്നുമില്ല, ഫുൾ ഓൺലൈനിലാണ്. നഊദു ബില്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇങ്ങനെയൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ആഖിബത്ത് നന്നാവുക? പിന്നെ ഇന്ന് നമ്മുടെ മക്കളൊക്കെ അന്യ സ്ത്രീകളെ പ്രേമിച്ചുകൊണ്ട് നടന്ന്
അന്യ സ്ത്രീകളെ പ്രേമിച്ച് നടന്ന് അവരൊക്കെ പാടി നടക്കുന്ന എന്താ? മദ്രസയിൽ വരെ പഠിക്കുന്ന മക്കൾക്ക് ഇന്ന് പാടി നടക്കുന്ന പാട്ട് എന്തൊക്കെയാ? പ്രിയ സഖി നിനക്കായി പാടിടാം, പ്രിയമോളെ പ്രേമഗാനം പാടിടാം, പിരിഞ്ഞല്ലോ ഇന്ന് നീ ഏകനായി, പിരിഞ്ഞാലും എന്റെ കൽവിലുണ്ട് നീ. കൽബിൽ അവളെ വെച്ച് നടന്ന പിന്നെ എങ്ങനെ ഈമാൻ ഉണ്ടാവുക? പിന്നെ എങ്ങനെ ഇഖ്ലാസ് ഉണ്ടാവുക? അള്ളാഹു അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാൻ തൗഫീഖ് തരട്ടെ. അള്ളാഹു നമുക്ക് ചിന്തിക്കാൻ തൗഫീഖ് തരട്ടെ. അള്ളാഹു നമുക്ക് ചിന്തിക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെയുള്ള ഹറാമായ മോശമായ നീചമായ വൃത്തികെട്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മളെല്ലാം ഒഴിവാക്കി കളഞ്ഞുകൊണ്ട് നമ്മൾ അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് എടുക്കണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലണേ, സ്വലാത്ത് ചൊല്ലണേ. ദിവസം 10 സ്വലാത്തെങ്കിലും ചൊല്ലാൻ നമുക്ക് സാധിക്കണമെന്ന് പ്രിയപ്പെട്ടവരെ എല്ലാ ദിവസവും 10 സ്വലാത്ത് ചൊല്ലാൻ നമുക്ക് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? ഒരു ദിവസം അതാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് അതാ മഹാനായ ജബ്രായീൽ, മഹാനായ മീകാഈൽ, മഹാനായ ഇസ്രാഫീൽ, മഹാനായ അസ്റായീൽ, ഈ 4 മലക്കുകൾ അങ്ങ് കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് ഈ 4 മലക്കുകൾ കടന്നു വരികയാ. നബി ഹളറത്തിൽ ഒരു ദിവസമിൽ ജിബ്രീലും മീകായിൽ ഇസ്റാഫീൽ അസ്റായീലും വന്നിട്ടുടൻ ജിബ്രീൽ താൻ പറയുന്നതായി എന്നും സ്വലാത്തൊരു 10 ഒരാളോതുന്നതായി. എന്നാൽ അവൻ കൈ ഞാൻ പിടിച്ച് നടക്കുവേ, അതിവേഗമിൽ പാലം സിറാത്ത് കടത്തുമേ. നബിയോട് മീകാഈലുടൻ പറയുന്നു, കുടിപ്പിക്കുമേ ഞാനവർ ഹൗളിൽ നിന്ന്. ഇത് കേട്ട് ഇസ്റാഫീൽ നബിയോടന്ന് പറയുന്നതായി ഞാനോ സുജൂദിൽ നിന്ന് ശിരസും ഉയർത്തുകയില്ല നബിയെ അന്ന്. പൊറുക്കപ്പെടാതവൻ ചെയ്തതെല്ലാമെന്ന് നബിമാരുടെ റൂഹങ്ങിനാണത് പോലെ പിടാവനെയും ഞാനെന്ന് അസ്റായീല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറയാ, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, നബിയേ, അങ്ങയുടെ പേരിൽ എല്ലാ ദിവസവും 10 സ്വലാത്ത് ചൊല്ലുന്നവനില്ലേ, അവനെ ഞാൻ നാളെ കാണുന്ന നരകത്തിന്റെ മുകളിലൂടെയുള്ള സിറാത്ത് പാലമില്ലേ, ആ സിറാത്ത് പാലത്തിന്റെ മുകളിലൂടെ നാളെ ഞാൻ കൈപിടിച്ച് നടന്നു പോകുമെന്ന് മഹാനായ ജിബ്രീൽ, മഹാനായ ജബ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയാ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാന്റെ റസൂലിന്റെ ചാരത്ത് വന്നിട്ട് പറയാ, എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ റസൂലിനോട് പറയുന്നു, നബിയേ, അങ്ങയുടെ പേരിൽ എല്ലാ ദിവസവും 10 സ്വലാത്ത് ചൊല്ലുന്നവൻ നാളെ കൈപിടിച്ച് നാളെ സിറാത്ത് പാലത്തിന്റെ മുകളിലൂടെ നടന്നു പോകുമെന്ന് മഹാനായ ജബ്രായീൽ. മഹാനായ ജബ്രായീൽ സ്വലാത്തു വസ്സലാം തീർന്നിട്ടില്ല. 10 സ്വലാത്ത് ചെല്ലുന്നതിന്റെ പ്രതിഫലം തീർന്നിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് പറഞ്ഞപ്പോഴാണ് മഹാനായ മീകായിൽ
നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് പറയാ, നബിയോട് മീകാഈലുടൻ പറയുന്നു, കുടിപ്പിക്കുമേ ഞാൻ അവന് ഹൗളിൽ നിന്ന്. യാ റസൂലല്ലാഹ്, നബിയെ അങ്ങയുടെ പേരിൽ എല്ലാ 10 സ്വലാത്ത് ചൊല്ലുന്നവനില്ലേ, നാളെ അവന് ഞാൻ ഹൗലുൽ കൗസറിലെ മഹത്തായ ആ പാനീയം കുടിക്കുമെന്ന് മഹാനായ മീകാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്. മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം നാളെ ഹൗലുൽ കൗസറിലെ പാനീയം അവന് കുടിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോ ഇത് കേട്ടപ്പോഴാണ് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത്. ഇത് കേട്ട് ഇസ്രാഫീൽ നബിയോടന്ന് പറയുന്നതായി ഞാനോ സുജൂദിൽ നിന്ന് രസം ഉയർത്തുകയില്ല നബിയെ അന്ന്, പൊറുക്കപ്പെടാത്തവൻ ചെയ്തതെല്ലാമെന്ന്. യാ റസൂലല്ലാഹ്, അങ്ങയുടെ പേരിൽ എല്ലാ ദിവസവും 10 സ്വലാത്ത് ചൊല്ലുന്നവനില്ലേ, അവൻ എത്ര തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടോ, അവൻ എത്ര കുറ്റവാളിയാണോ, അവൻ എത്ര വലിയ ദോഷങ്ങൾ ചെയ്തു പോയിട്ടുണ്ടോ. പ്രിയപ്പെട്ടവരെ, ഇസ്രാഫീൽ നബി പറയാണ്, അവൻ എത്ര വലിയ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിലും അവൻ 10 സ്വലാത്ത് ചൊല്ലുന്നതാണോ എങ്കിൽ നാളെ ഞാൻ നിന്റെ പടച്ച റബ്ബിന്റെ മുമ്പില് അവന് വേണ്ടി സുജൂദിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവന് വേണ്ടി മഗ്ഫിറത്തിനെ തേടുന്നതാണെന്ന് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവന് വേണ്ടി അല്ലാഹു ആ തെമ്മാടിയായ മനുഷ്യന് വേണ്ടി ആ 10 സ്വലാത്ത് ചൊല്ലിയവൻ എത്ര വലിയ ദോഷം ചെയ്തിട്ടുണ്ടോ ആ ദോഷം ചെയ്തവന് വേണ്ടി ഞാൻ സുജൂദിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടവന് മഗ്ഫിറത്ത് കൊടുത്താലല്ലാതെ ഞാൻ എൻ്റെ ശിരസ് ഉയർത്തുകയില്ല എന്ന് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയും. നാലാമതായിട്ട് അവസാനമായിട്ട് മഹാനായ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറയുകയാണ്, നബിയേ യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്, അങ്ങയുടെ പേരിൽ എല്ലാ ദിവസവും 10 സ്വലാത്ത് ചൊല്ലുന്നവനില്ലേ, അവൻ ഈ ലോകത്ത് നിന്ന് പറഞ്ഞു പോകുമ്പോ, അവൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോ, യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്, അവന്റെ റൂഹിനെ ഞാൻ പിടിക്കുന്നത് എങ്ങനെയെന്നറിയോ, അമ്പിയാക്കാരുടെ റൂഹിനെ ഞാൻ എങ്ങനെയാണോ പിടിക്കുന്നത് അതുപോലെ ഞാൻ ആ മനുഷ്യന്റെ റൂഹിനെ പിടിക്കുമെന്ന് മഹാനായ ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, 10 സ്വലാത്ത് ചെല്ലുന്നതിന് അള്ളാഹു നമുക്ക് തരുന്ന ഓഫറുകൾ നോക്കൂ. ജിമിക്കി കമ്മൽ പാടുന്ന നേരം 1 മിനിറ്റ് ഈ 10 സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് എത്ര ഉപകാരമുണ്ട്, നമുക്ക് എത്ര പ്രതിഫലങ്ങളുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇന്ന് മുതൽ ഒരു 10 സ്വലാത്തെങ്കിലും ചൊല്ലാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ